when you want to get off that darkest ground. But gravity pulls you straight down. Earth from a bird's eye view. You should grow feathers and see this too. When you want to get off the darkest ground, but gravity pulls you straight down. When you want to get off the darkest ground, gravity pulls you straight down. Clear sky. Fill me out with your smile. Now the sunshine brings the light. Fill me out with a flame. I will let you in this game. Take me out when I'm down. 'Cause with you I'm safe and sound. I'm safe and sound. I'm safe and sound. I'm safe and sound. അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ നമ്മൾ വാർഗോഡ് വാർഫെയർ എലൈറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. വാർഗോഡ് വാർഫെയർ എലൈറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരം സാൻഹോക്കിലാണ്. അപ്പോൾ ഹാവക്കിലെ ടീം മെമ്പേഴ്സ് അവിടെ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ഹാവക് കേരള, വെനം വൈറ്റി ആൻഡ് ഹാവക് കിഡ്, എക്സലറേറ്റ് എന്നിവരോട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ എക്സലൻസി മെമ്പേഴ്സ് അവിടെ കയറി വരുന്നേ ഉള്ളൂ. എക്സലൻസി ക്ലച്ച് കോഡ് ആൻഡ് ടൈറ്റൻ ബ്ലാക്ക് ഔട്ടിനൊപ്പം അവിടെ നിൽക്കുമ്പോൾ കേരള ടീം മെമ്പേഴ്സ് അവിടെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. മോഡെക്സിന് വേണ്ടി ഈവിൾ വൈറ്റി, ഡോട്ട് വൈറ്റി, അത് നീക്കോ വൈറ്റി ആൻഡ് മോഡെക്സ് വൈറ്റി കൊമ്പൻ എന്നിവർ അവിടെ നിൽപ്പുണ്ട്. അതോടൊപ്പം തന്നെ ഐ വി ടീമിന് വേണ്ടി അവിടെ ഐ വിയുടെ ഇന്നലെ എന്തോ ആരോ ഫുൾ ഫോം പറഞ്ഞായിരുന്നു, ഞാൻ മറന്നുപോയല്ലോ. അയ്യോ, ഐ വിയുടെ ഫുൾ ഫോം ഇന്നലെ പറഞ്ഞായിരുന്നല്ലേ, ഇന്ത്യൻ ബ്രദേഴ്സോ അങ്ങനെ കണ്ട് പറഞ്ഞിരുന്നെന്തോ ഓർക്കുന്നു. എന്തോ ഒരു ഐ ബി ടീമിൻ്റെ ഫുൾ ഫോം പറഞ്ഞായിരുന്നു. അപ്പോൾ ബ്രദേഴ്സ് മെമ്പേഴ്സ് അവിടെ ഇരുപ്പുണ്ട്. ഐ ബി ക്ലോഡ് ആൻഡ് ഹെവി ഗെയിമർ സിനാരിയോ, സിക്കാരിയോ ആൻഡ് ക്ലോ അവിടെ കയറിയിട്ടുണ്ട്. ഇൻടാക്ട് ടീമിന് വേണ്ടി അവിടെ വിശാഖ്, ആൽഫ, മോൺസ്റ്റർ ആൻഡ് ഡാർക്ക് അവിടെ കയറിയിട്ടുണ്ട്. ജിയോസി ടീമിന് വേണ്ടി ഷമ്മി ബ്രിട്ടോ, റെഡ് ഡീമൻ ആൻഡ് ഏജന്റ് കില്ലർ അവിടെ കയറിയിട്ടുണ്ട്. എം വൈ ടി ടീമിന് വേണ്ടി അവിടെ റൗഡി, ഫ്ലൂർ, ബിൻ റോക്സ് ആൻഡ് സ്പൈറ കയറിയിട്ടുണ്ട്. ടോക്സിനേഷന് വേണ്ടി അവിടെ റേത്ത് ഇൻസൈൻ ആൻഡ് പോപ്പ് സീറ്റ് സെലോട്ടിനൊപ്പം കയറിയപ്പോൾ എക്സ്കൾസിന് വേണ്ടി ഫ്രീക്ക്, ആഷിക്, സ്കൽമാൻ ആൻഡ് എ പി ക്രേസി എന്നിവരാണ് കയറിയിരിക്കുന്നത്. അപ്പം ടീം എസ് ബി എം അതോടൊപ്പം തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ എസ് കെ ഡബ്ല്യു ടീമിന് വേണ്ടി ബി ഐ എ ടീമിന് വേണ്ടി അവിടെ റെഡ് മാൻ, അതേമാതിരി ബി ആർ ക്യു എ ടി ജി, എന്തുവാണോ ബ്രാവോ എ ടി ജി, അതേമാതിരി തന്നെ ടീം പാസ് അവിടെ കയറിയിട്ടുണ്ട്. ഹാവക് ടീമിന് സപ്പോർട്ടുമായിട്ട് വൈഷ്ണവ് എത്തിയിട്ടുണ്ട്. വൈഷ്ണവ്, വെൽക്കം ടു ദ സ്ട്രീം. എസ് ബി ഐ ടീമിന് വേണ്ടി അവിടെ ഡ്യൂഡ്, ബോസ്, എ കെ മാൻ, OM നിൽപ്പുണ്ട്. എൻ ഒ ടി ടീമിന് വേണ്ടി അവിടെ ഗ്രിഫിൻ, അവിടെ സ്റ്റഫ് ആൻഡ് സ്പെക്ടർ പോയിസൺ എന്നിവരവിടെ. കേരള ടീമിന് വേണ്ടി അവിടെ ലിക്വിഡ്, ജാഗോപ്പി ആൻഡ് ഹാസിം അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഏത് ടീമാണ്, എ ടീമായിരുന്നു തോന്നുന്നു. ഈ ടീമിന് വേണ്ടി അവിടെ കെയിൻ, ലിങ്ക്സ് ആൻഡ് റോഗ്, അതോടൊപ്പം തന്നെ ലിങ്ക്സ് അവിടെ നിൽപ്പുണ്ട്. വൂൾഫി ആഷീസ് ആൻഡ് പാബ്ലോ ആഷസ് ടു സ്ട്രോക്ക്, ആഷസ് 2 സ്ട്രോക്ക്, ദൈവം എന്നിവരവിടെ കയറിയിട്ടുണ്ട്. ബ്ലൈൻഡ് ടീമിന് വേണ്ടി അവിടെ കൈബോയ്, ഡെഡ് ഷോട്ട് ആൻഡ് DMC 3600 P എന്നിവരൊക്കെ. ബാക്കി ടീമിനെ നമുക്ക് വഴി നോക്കാം. അപ്പോൾ നമ്മുടെ മാച്ച് അവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സാൻഹോക്കിലെ പാമ്പുകളിൽ ആര് ജയിക്കുമെന്നുള്ളത് കണ്ടിരിക്കേണ്ടിയിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സാൻഹോക്കിലേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മാച്ച് അവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എന്താകും സ്ഥിതി എന്നുള്ള അറിയത്തില്ല. നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലോബിയിലേക്ക്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ ലോബിയിൽ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ടീമിൽ മെമ്പേഴ്സിനെ കൂടെ നോക്കാം. അപ്പം
സ്ലോട്ട് നമ്പർ ബ്ലൈൻഡ് ടീമിന് ശേഷം സ്ലോട്ട് നമ്പർ 22 നിൽക്കുന്ന LMXലെ മെമ്പേഴ്സാണ്. LMX ടീമിന് വേണ്ടി അവിടെ സൈക്കോ, ഗോസ്റ്റ്, ബെർലിൻ ആൻഡ് ബീറൂസ് നിൽപ്പുണ്ട്. വാർഗോഡ് ടീമിന് വേണ്ടി അവിടെ വാർഗോഡ്, ഷെസാം, ഡാർവിൻ, ഷെൽബി, കോളനി എന്നിവരാണ് നിൽക്കുന്നത്. LX ടീമിന് വേണ്ടി LX ഹൂളിഗൻ, LX ARL, LX നിഞ്ച ഒപ്പി ആൻഡ് സ്നൈപ്സ് അവിടെ കയറിയിട്ടുണ്ട്. വാർഗോഡ്, സാംസൺ, മെർമൻ ആൻഡ് എൻവിയോൺ, ജഡ്ജർ എന്നിവരാണ് അവിടെ നിൽക്കുന്നത്. ഫാസ് ഉയർ എന്ന് പറയുന്നുണ്ട് ബ്രദർ ഇൻ ഗെയിമിംഗ്. ഓക്കെ ബ്രോ, അപ്പോൾ ഇതാണ് എല്ലാ സ്ലോട്ട് ലിസ്റ്റും. ഹാവക് ടീം സ്ലോട്ട് നമ്പർ 4-ൽ, എക്സലൻസി സ്ലോട്ട് നമ്പർ 5-ൽ, നമ്മുടെ മോഡെക്സ് ടീം സ്ലോട്ട് നമ്പർ 6-ൽ, IB ടീം സ്ലോട്ട് നമ്പർ 7, ഇന്ത്യൻ ബ്രദേഴ്സ് എന്നെങ്ങാണ്ടാന്ന് തോന്നുന്നു IB ടീമിൻ്റെ ഫുൾ ഫോം. ഗൈസ് ആരെങ്കിലും അറിയാവുന്നവരുണ്ട് ഒന്ന് തിരുത്തുക തെറ്റാണെങ്കിൽ. ഇൻടാക്റ്റിലെ മെമ്പേഴ്സ് അവിടെ 8-ൽ ഇരിപ്പുണ്ട്. GOC മെമ്പേഴ്സ് 9-ൽ ഇരിപ്പുണ്ട്. മൈറ്റി ടീം മെമ്പേഴ്സ് 10-ൽ, ടോക്സിക് നേഷൻ 11-ൽ, എക്സ്കൾസ് 12-ൽ, നമ്മുടെ BIA ടീം 13-ൽ, BIA ഒരു മെമ്പറിനെ കാണാതെ പോയിട്ടുണ്ട്. SKW ടീം മെമ്പേഴ്സ് അവിടെ 14-ൽ, ലെവൽ മെമ്പേഴ്സ് അവിടെ 15-ൽ, SBA ടീം മെമ്പേഴ്സ് അവിടെ 16-ൽ. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ നഖാം മുതൽ ക്യാമ്പ് ബ്രാവോ വരെ നീണ്ടിരിക്കുന്ന ഫ്ലൈറ്റ് പാത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുഴപ്പമൊന്നുമില്ലാതെ മെമ്പേഴ്സിനെല്ലാം അവരവരുടെ ഡ്രോപ്പ് ലൊക്കേഷനിൽ എത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും അവിടെ ജമ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. മൈറ്റി ടീം റൂയിൻസ് ഏരിയ ലക്ഷ്യമാക്കി പോകുന്നുണ്ട്. ടീം SBA അവിടെ പൈനാൻ ഏരിയയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ വാർഗോഡിലെ G10 ലിങ്ക് ഇതുമായിട്ടുള്ള വാർഗോഡ് ടീം മെമ്പേഴ്സ് അവിടെ ഡോക്സ് ഏരിയയിലോട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു. IB ഇന്ത്യൻ ബ്രദേഴ്സ് അവിടെ കേവ് ഏരിയയിലോട്ട് പോകുന്നുണ്ട്. മോഡെക്സിലെ മെമ്പേഴ്സ് അവിടെ ക്യാമ്പ് ചാർലി റീജിയനിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ എക്സലൻസി മെമ്പേഴ്സ് അവിടെ ഹാത്തിനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ആഷസ് ടീം മെമ്പേഴ്സ് ആൻഡ് നമ്മുടെ എക്സ്കൾസ് മെമ്പേഴ്സ് അവരോടൊപ്പം തന്നെ വേറൊരു ടീം കൂടെ നമ്മുടെ ബൂട്ട് ക്യാമ്പ് ഏരിയയിൽ നിൽപ്പുണ്ട്. ബൂട്ട് ക്യാമ്പ് ഏരിയയിലേക്ക് നമുക്കൊന്ന് നോക്കാം. ബൂട്ട് ക്യാമ്പ് ഏരിയ ഒന്ന് ക്രൗഡായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. TXN മെമ്പേഴ്സിനെ അവിടെ തൊട്ടടുത്ത് കാണുന്നുണ്ട്. എക്സ്കൾസ് ടീം മെമ്പേഴ്സിനെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം അവിടെ എന്താണ് സെർവർ ഇഷ്യൂ ആണോ? എക്സ്കൾസിലെ സൽമാൻ കേരള ജാഗോപ്പിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. സൽമാൻ്റെ മനോഹരമായ ഒരു സ്പ്രേയിലൂടെ ജാഗോപ്പി അവിടെ ഡൗൺ ആയിട്ടുണ്ട്. കേരള ഹാസിം ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഹാസിം അവിടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ലെവലിലെ മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്ത് തന്നെ കാണുന്നുണ്ട്. കേരള ലിക്വിഡൊക്കെ അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്ന എക്സ്കൾസ് ആഷിക്കിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് എളുപ്പം തന്നെ. അതോടൊപ്പം തന്നെ കേരള ഹാസിം അവിടെ ജാഗോപ്പിനെ റിവൈവ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ കേരള ലിക്വിഡ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. എക്സ്കൾസിലെ മെമ്പേഴ്സ് ആൻഡ് ടീം നമ്പർ 20 ടീം നമ്പർ 20-ലെന്ന് വെച്ചാൽ ആഷസ് ആണ്. ആഷസ്, കേരള ആൻഡ് ലെവലിലെ മെമ്പേഴ്സ് എല്ലാം അടുത്തടുത്തായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഒരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. ബാക്കി എവിടെയെങ്കിലും ഫൈറ്റ് നടക്കുന്നുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സ് അവിടെ ലിങ്ക്സ് അവിടെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. ലിങ്ക്സ് അവിടെ ഡൗൺ ആയിട്ടിരിക്കുന്നത് നമ്മുടെ NOT ടീം മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റിലാണെന്ന് തോന്നുന്നു. NOTയിലെ മെമ്പേഴ്സ് സ്പെക്ടർ ആൻഡ് ഗ്രിഫിൻ അവിടെ തൊട്ടടുത്ത് ഇപ്പോണ്ട്. ബൂം കെയിൻ സ്ലോട്ട് നമ്പർ 19-ലെ ബൂം കെയിൻ അവിടെ ഓടി നടക്കുകയാണ്. അപ്പോൾ NOT ടീം മെമ്പേഴ്സ് ആൻഡ് ടീം ആണ് നമ്മുടെ ഇവിടെ ഉള്ളത്. പാരഡൈസ് റിസോർട്ടിലുള്ളത്. ഹാവക്കിലെ ടീം മെമ്പേഴ്സ് അവിടെ സേഫാണ്. പാരഡൈസിന് തൊട്ടടുത്തായിട്ട് നിൽപ്പുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും ക്രൗഡഡ് ആയിട്ട് കാണാനുള്ള നമ്മുടെ SQW ആൻഡ് ഇൻടാക്ട് ടീം മെമ്പേഴ്സ് SBA പൈനാൻ ഏരിയയിൽ കാണപ്പെടുന്നുണ്ട്. പൈനാൻ ഏരിയയിൽ വളരെയധികം ഒന്ന് അടുത്തടുത്തായിട്ടാണ് നിൽക്കുന്നത്. SQW മെമ്പേഴ്സ് അവിടെ ഓൾറെഡി ഇൻടാക്റ്റുമായിട്ടുള്ള ഫയറിങ് അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. തൊട്ടടുത്തായിട്ട് ടീം SBA SOS ഒക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇൻടാക്ട് മെമ്പേഴ്സ് അവിടെ മാഗ്മ SQWനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. SQWയിലെ ബാക്കി പ്ലേയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നുകൊണ്ടിരിക്കുന്നു. ഏത് നിമിഷം വേണമെങ്കിലും ഒരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. ഹോൾഡ് ചെയ്യണേ ഒന്ന്. ജാഗോപ്പ് ഇപ്പോഴും ഡൗൺ ആയിട്ടിരിക്കുകയാണ്. എക്സ്കൾസിലെ മെമ്പേഴ്സ് അവിടെ റിച്ചുമായിട്ടായിട്ട് വരും. എക്സ്കൾസ് നല്ല അടിപൊളിയായിട്ട് ഫൈറ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള ടീമുമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. ആഷിക്ക് അവിടെ നിൽപ്പുണ്ട്. സൽമാനെ നോക്കാം. സൽമാൻ വാർഗോഡ് സാംസൺ അവിടെ BIA മെമ്പേഴ്സുമായിട്ട് ഫൈറ്റ് എടുക്കുന്നു. BIA മെമ്പേഴ്സ് അവിടെ മനോഹരമായിട്ട് തന്നെ വാർഗോഡുമായിട്ടുള്ള ഫൈറ്റിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഖാവ് റീജിയനിലാണ് ഫയറിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ലെവലിലെ ടോക്സിക് നേഷനിലെ റേറ്റ് അവിടെ ലെവലിലെ മെമ്പേഴ്സിന് ഡൗൺ ചെയ്തിട്ടുണ്ട്. BIA ഫാസ്റ്റ് ആൻഡ് BIA ബ്രാവോ മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു. ഫാസ്റ്റ് എപ്പോഴും അവിടെ ഹോൾഡ് ഓൺ ചെയ്തിരിക്കുകയാണ്. വാർഗോഡിലെ മെമ്പേഴ്സ് പതുക്കെ ക്ലോസിങ് ചെയ്തിട്ടുണ്ട്. വാർഗോഡ് സാംസൺ BIA ബ്രാവോനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കിൽ അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. വാർഗോഡ് NVO അവിടെ കയറി വരുന്നുണ്ട്. ടീം ഫാസ്റ്റിൻ്റെ അടുത്തേക്ക് BIA ഫാസ്റ്റിൻ്റെ അടുത്തേക്ക് ജഡ്ജർ അവിടെ കയറി വരുന്നു. ജഡ്ജർ അവിടെ ഓപ്പണിൽ കയറി വരുന്നുണ്ട്. ജഡ്ജർ അവിടെ ഫിനിഷ് ചെയ്തു. മെർമൻ അവിടെ എന്തായാലും ഫാസ്റ്റിൻ്റെ കിൽ അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ BIA ടീം എക്സിറ്റ് എടുക്കുന്നുണ്ട് എയർലി. അപ്പം നമുക്ക് ബൂട്ട് ക്യാമ്പിലേക്ക് പോകാം. ബൂട്ട് ക്യാമ്പിൽ നോക്കുകയാണെങ്കിൽ അവർ കേരള ടീമിൻ്റെ 2 മെമ്പേഴ്സ് എക്സ്കൾസിലെ മെമ്പേഴ്സ് ലെവലിലെ മെമ്പേഴ്സിനെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ലെവലിലെ മെമ്പേഴ്സ് അവിടെ ഡൗൺ ഉണ്ട്. ആഷസിലെ 2 പ്ലേയേഴ്സിനെ അവിടെ എക്സ്കളിലെ ആഷിക്ക് നേരിട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ആഷിക്ക് അവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കയറി ചെല്ലും. ആഷിക്ക് അവിടെ കയറി ചെല്ലുന്നുണ്ട്. വൂൾഫി ആഷസിനെ കില്ല് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഫ്രീക്ക് അവിടെ കയറി ചെല്ലുന്നുണ്ട്. ഫ്രീക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കയറി ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
ജാഗോപ്പി അവിടെ ടോക്സിക് നേഷനിലെ റേറ്റിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പം ബാക്കി നമ്മുടെ ആഷസ് പ്ലേയേഴ്സിനെ എല്ലാം ഫിനിഷ് ചെയ്തതായിട്ട് കാണുന്നു. അപ്പോൾ ലിക്വിഡ് കേരള ജാഗോപ്പിനെ നോക്കാൻ ടോക്സിക് നേഷൻ റേറ്റ് അവിടെ ഡൗൺ ആണ്. സെലോട്ട് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ സ്മോക്ക് ഒക്കെ ഇട്ടത് സെലോട്ടിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ടോക്സിക് നേഷൻ ഇൻസൈൻ അവിടെ നല്ല ഡാമേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇൻസൈൻ അവിടെ നല്ല ഡാമേജ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ടോക്സിക് നേഷൻ ഇൻസൈൻ അവിടെ സെലോട്ടിനെ അവിടെ റിവൈവ് ചെയ്യാൻ റേറ്റിൻ്റെ കില്ല് അവിടെ കൺഫേം ചെയ്യാൻ നോക്കുമായിരുന്നു. പക്ഷേ എക്സ്കൾസിലെ മെമ്പേഴ്സ് സമ്മതിക്കുന്നില്ല. എക്സ്കൾസിലെ കട്ട ഫയറിംഗ് ആണ്. എക്സ്കൾസിലെ മെമ്പേഴ്സ് അവിടെ കട്ട ഫയറിംഗ് ആണ്. കേരള ലിക്വിഡ് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. ടോക്സിക് നേഷനിലെ മെമ്പേഴ്സ് ഇൻസൈന് മാത്രം അവിടെ ശേഷിക്കുന്നു. പോപ്സി അവിടെ സെലോട്ടിനെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരള ലിക്വിഡ് എപ്പോഴും അവിടെ തൊട്ടടുത്തായിട്ട് നിൽക്കുകയാണ്. എക്സ്കൾസിലെ സൽമാനൊക്കെ അവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കേരള ലിക്വിഡിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എക്സ്കൽ ഫ്രീക്കിന് അവിടെ നല്ല ഡാമേജ്. എ പി ക്രേസി അവിടെ കയറി ചെല്ലുന്നുണ്ട്. എ പി ക്രേസി മനോഹരമായിട്ട് തന്നെ പൊരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എ പി ക്രേസി ആൻഡ് സൽമാൻ അവിടെ റേറ്റിലെ മെമ്പേഴ്സിൻ്റെ അടുത്ത് അല്ല ടോക്സിക് നേഷൻ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് കയറുന്നു. ബ്ലൈൻഡിലെ ഡെഡ് ഷോട്ട് അവിടെ ഐ ബി ക്ലൗഡിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടോക്സിക് നേഷൻ മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റ് സെലോട്ട് അവിടെ ഡൗൺ ആണ്. ടോക്സിക് നേഷൻ ഇൻസൈൻ അവിടെ ആണ്. പോപ്സി മാത്രം ശേഷിക്കുന്നു. പോപ്സി ഒറ്റയ്ക്ക് അവിടെ ഫൈറ്റ് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോപ്സിനെ അവിടെ കില്ല് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എക്സ്കൾസിലെ മെമ്പേഴ്സ് ഓൾറെഡി 11 കില്ലെടുത്ത് ബൂട്ട് ക്യാമ്പ് കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിരിക്കുകയാണ്. ബൂട്ട് ക്യാമ്പ് കംപ്ലീറ്റ് ആയിട്ട് ഒരു രക്ഷയില്ലാതെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഹാവക് ടീമിനെ കാണിക്കാൻ പറയുന്നുണ്ടായിരുന്നു. ഹാവക്കിലെ മെമ്പേഴ്സ് അവിടെ തൊട്ട് മുംഗൈ ഏരിയയിൽ നിന്ന് പതുക്കെ കയറി വരുന്നേ ഉള്ളൂ. LMX ടീം ആൻഡ് LX ടീമിൻ്റെ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. LMXൻ്റെ ഫൈറ്റ് നോക്കുകയാണെങ്കിൽ LMX ഗോസ്റ്റ് ഒക്കെ ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. IBയിലെ തൊട്ട് അടുത്ത് തന്നെ ഒരു മെമ്പർ ഉണ്ടായിരുന്നു. LXലെ ഫൈറ്റ്സ് അവിടെ ഡൗൺ ആണ്. നിഞ്ച ഒപ്പിനെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിഞ്ചയുടെ അടുത്തേക്ക് ഹൂളിഗൻ അവിടെ കയറി വരുന്നുണ്ട്. ഹൂളിഗൻ അവിടെ റിവൈവ് ചെയ്യാൻ എത്തിയിട്ടുണ്ട് നിഞ്ചാനെ. അപ്പം ഹൂളിഗൻ്റെ അടുത്തേക്ക് ബെർലിൻ എല്ലാം കയറുന്നു. ബെർലിൻ ബീറൂസ് എന്നിവർ അവിടെ കയറി ചെല്ലുന്നു. ബീറൂസ് ഒരു കോണിക്കൂടെ കയറി ചെല്ലുന്നുണ്ട്. സ്നൈപ്സിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഹൂളിഗനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൂളിഗൻ അവിടെ ഓടി വരുന്നുണ്ട്. ഹൂളിഗനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഹൂളിഗൻ അവിടെ ഇവരും തമ്മിലുള്ള ഫൈറ്റ്. അപ്പോൾ എന്തായാലും ഗൺ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഹൂളിഗനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ബീറൂസ് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഡൗൺ ചെയ്തു. സൈക്കോ അവിടെ LXലെ ARനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചു. ARനെ അവിടെ നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റീലോഡ് ആയിട്ടുണ്ട്. ARനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യുമെന്ന് തോന്നുന്നു. AR അവിടെ മനോഹര ഓപ്പണിൽ കിടക്കാണ്. അപ്പോൾ ARനെ കൂടെ ഫിനിഷ് ചെയ്യുന്നുണ്ട്. LX ടീമും അവിടെ ഏർലി എക്സിറ്റ് എടുക്കുന്നുണ്ട് നമ്മുടെ മാച്ചിൽ നിന്ന്. അപ്പോൾ മൂന്ന് മെയിൻ ടീമുകളാണ് നമ്മുടെ മാച്ചിൽ നിന്ന് എക്സിറ്റ് എടുത്തേക്കുന്നത്. IBയിലെ മെമ്പേഴ്സുമായിട്ട് ബ്ലൈൻഡ് ടീം അടിയുണ്ടാക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ബ്ലൈൻഡ് ടീമിലെ മെമ്പേഴ്സ് പതുക്കെ കയറി പൈനാൻ ഏരിയയിലോട്ട് നിന്ന് മോഡെക്സ് ആൻഡ് SBA തമ്മിലുള്ള ഫൈറ്റ് അവിടെ ഓൺ ആയിട്ടുണ്ട്. മോഡെക്സ് ആൻഡ് SBAയുടെ ഫൈറ്റിലേക്ക് പോകാം. ക്യാമ്പ് ചാർലി റീജിയനിലാണെന്ന് തോന്നുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. SBയിലെ AKM ഓൾറെഡി ഡൗൺ ആണ്. OMR SOSും അവിടെ ഡൗൺ ആണ്. SB ഡ്യൂഡ് ആൻഡ് ഇവർ നിൽക്കുന്നു. മോഡെക്സിലെ മെമ്പേഴ്സ് അവിടെ പതുക്കെ കയറി വരുന്നുണ്ട്. നീടും കാര്യങ്ങൾ SB ഡ്യൂഡിൻ്റെ അടുത്തേക്ക് നീടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മോഡെക്സ് ഫൈറ്റ് ചെയ്യാൻ മീക്കോ ഫൈറ്റ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. രണ്ടുപേരും അവിടെ പതുക്കെ ക്ലോസ് ചെയ്യുന്ന SB ഡ്യൂഡിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ഡ്യൂഡിനെ അവിടെ നല്ല ഡാമേജ് കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ഡ്യൂഡ് അവിടെ ഡൗൺ ആയില്ല. അപ്പോൾ SBയിലെ OMR അവിടെ കയറി വരുന്നുണ്ട്. OMR ആൻഡ് ബാക്കി മെമ്പേഴ്സ് അവിടെ ഫയർ കൊടുക്കുന്നു. OMRനെ അവിടെ സ്പോട്ട് ഡൗൺ ചെയ്ത് ഡ്യൂഡൂടെ ശേഷിക്കുന്നു. ഡ്യൂഡിനെ കൂടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോഡെക്സ് മെമ്പേഴ്സ് അവിടെ മനോഹരമായിട്ട് തന്നെ SBI ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം വേറൊരു മെയിൻ ടീമായിട്ടുള്ള SBയും കൂടെ വൈപ്പ് ഔട്ട് ആവുന്നുണ്ട് നമ്മുടെ മാച്ചിൽ നിന്ന്. എക്സർട്ടിലെ മെമ്പേഴ്സ് അവിടെ സോണിലേക്ക് കയറേണ്ടതുണ്ട്. വാർഗോഡിലെ മെമ്പേഴ്സിന് അവിടെ സോണിലേക്ക് കയറേണ്ടതുണ്ട്. 8 മെമ്പേഴ്സിന് ഹാവക്കിന് GOCക്ക് എല്ലാവർക്കും അവിടെ സോണിലേക്ക് കയറേണ്ടതുണ്ട്. വാർഗോഡ് ടീം മെമ്പേഴ്സ് ഒരു സെറ്റ് അവിടെ ഓൾറെഡി സോണിനുള്ളിലുണ്ട്. അപ്പോൾ ഗൈസ് 10 പേര് വാച്ചിങ്. ഗൈസ് നിങ്ങൾ കാണുന്നവരെല്ലാം ഇനിയും ലൈക്ക് ചെയ്യുകയും സബ് ചെയ്യുകയും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഇപ്പോൾ സോൺ അവിടെ അടുത്തൊരു ഷിഫ്റ്റ് എടുത്തിട്ടുണ്ട്. പൈനാനൊക്കെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ഷിഫ്റ്റ് തന്നെയാണ്. നമ്മുടെ താഴത്തെ ലോവർ പാർട്ട് ഓഫ് ദ ഐലൻഡ് നമുക്ക് കാണാം. സദേൺ പാർട്ടിലെ ഐലൻഡ് ഓൾറെഡി സോണിനുള്ളിലാണ് കംപ്ലീറ്റ് ആയിട്ട്. അപ്പം ബാക്കി മേളിൽ നിന്ന് വരുന്ന ടീംസിനെല്ലാം പതുക്കെ സോണിനുള്ളിൽ കയറേണ്ടതാണ്. അപ്പോൾ LMX ടീമിന് GOC ടീമിന് എല്ലാവർക്കും അവിടെ സോണിൽ കയറേണ്ടതാണ്. വാർഗോഡിലെ മറ്റ് ഇപ്പോൾ ഓൾറെഡി സോണിനുള്ളിൽ ഉണ്ടായിരുന്ന ടീമിന് ഓൾറെഡി സോൺ ഔട്ട് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പൈനാൻ റീജിയനിലേക്ക് പോകാം. പൈനാൻ SQWൻ്റെ ഫൈറ്റിലേക്ക് പോകാം. SQW ബ്ലൈൻഡ് ആൻഡ് നമ്മുടെ ഇൻടാക്ട് തമ്മിലുള്ള ഫൈറ്റാണെന്ന് തോന്നുന്നു. അപ്പം SQW മെമ്പേഴ്സ് അവിടെ ഇൻടാക്റ്റിനെ സ്പോട്ട് ചെയ്ത് വെച്ചേക്കുവാണെന്ന് തോന്നുന്നു. ഇൻടാക്റ്റിലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് പോകുകയാണെങ്കിൽ ഇൻടാക്റ്റിലെ മെമ്പേഴ്സ് അവിടെ SN4 നോക്കട്ടെ. ഇൻടാക്റ്റിലെ മെമ്പേഴ്സ് അവിടെ SQW മെമ്പേഴ്സിനെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഇൻടാക്റ്റിലെ നമ്മുടെ ആരാണ് ഡാർക്ക് കോപ്പി എന്തായാലും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബ്ലൈൻഡിലെ മെമ്പേഴ്സ് എവിടെ ആണെന്നുള്ളത് നോക്കേണ്ടിയിരിക്കുന്നത്. SQW മെമ്പേഴ്സ് ഒന്ന് ചേർത്ത് കിടക്കുമ്പോൾ ബ്ലൈൻഡിലെ മെമ്പേഴ്സ് എവിടെയാണ്? പൈനാൻ്റെ അടുത്ത് തന്നെ എങ്ങാണ്ടുണ്ട് ബ്ലൈൻഡിലെ മെമ്പേഴ്സ്. ഓക്കെ, ഇനിവേ കാണുന്നില്ല. ഓക്കെ, ബ്ലൈൻഡ് അത്യാവശ്യം ദൂരത്തിലാണ്. അപ്പം മൈറ്റി ടീമിനെ കാണിക്കാൻ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും മൈറ്റി ടീമിനെ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. മൈറ്റി ടീമിനെ നോക്കാം. LMX അവിടെ GOC ഏജൻറ്റ് കില്ലറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ LMX ആൻഡ് GOC തമ്മിലുള്ള ഫൈറ്റ് അവിടെ ഓൺ ആയിട്ടുണ്ട്. GOCയുടെ ഏജൻറ്റ് കില്ലർ അവിടെ ഡൗൺ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ GOC റെഡ് ടീമിനെല്ലാം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുള്ളൂ. ഏജൻറ്റ് കില്ലർ അവിടെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. ഏജൻറ്റ് കില്ലറിൻ്റെ അവിടെ കില്ല് അവിടെ കൺഫേം ചെയ്യുക തന്നെ. LMX GOC ഷമ്മി അവിടെ ബീറൂസിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. LMXലെ ഷമ്മി അവിടെ മനോഹരമായ പ്രയർ. ഗോസ്റ്റൊക്കെ അവിടെ കയറി വരുന്നുണ്ട്. ഗോസ്റ്റൊക്കെ അവിടെ പതുക്കെ കയറി വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. GOC ബീറൂസിനെ അവിടെ കിൽ കൺഫേം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബീറൂസ് അവിടെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ബീറൂസിന് ഇപ്പോൾ ഫയർ കൊടുക്കുകയാണ്. ബെർലിനെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് GOC. ഷമ്മിക്ക് ഇപ്പോൾ ഷമ്മി ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. LMX സൈക്കോ ഗോസ്റ്റ് എന്നിവർ അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ തൊട്ട് ഫ്രണ്ട് സ്പ്രേ ഒക്കെ LMX ബീറൂസിനെ അവിടെ റിവൈവ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ബെർലിൻ ഇപ്പോഴും അവിടെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ബെർലിൻ അവിടെ നല്ല ഡാമേജാണ് GOCയിൽ റെഡ് ഡീമൻ ആൻഡ് ബ്രിറ്റോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. GOC ബെർലിൻ അവിടെ പതുക്കെ മാറിയിട്ടുണ്ട്. ബീറൂസിനെ അവിടെ റിവൈവ് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ബീറൂസിനെ അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെ ദൂരെ മാറി നിന്ന് ഷമി ഇപ്പോഴും അവിടെ LMX ഗോസ്റ്റ് ആൻഡ് സൈക്കോനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഗോസ്റ്റ് ആൻഡ് സൈക്കോയുമായിട്ടുള്ള ഫയറിംഗ് അവിടെ നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ LMXലെ GOC റെഡ് ടീമിനെ നോക്കാം. റെഡ് ടീമിനെ അവിടെ ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. LMXലെ ഗോസ്റ്റിനെ ഒന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. 10 അടുത്തേക്ക് മാറിക്കൊണ്ടില്ല ഇരിക്കാനുള്ള ശ്രമത്തിലാണ്. സൈക്കോ അവിടെ നിന്ന് ദൂരെ നിന്ന് റൊട്ടേഷൻ എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ GOC ടീം മെമ്പേഴ്സിനെ ഒന്ന് റൊട്ടേഷനിൽ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. GOC മെമ്പേഴ്സ് അവിടെ ഷമ്മിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഷമ്മി അവിടെ ഡൗൺ ആയിട്ടുണ്ട്. LMX ഗോസ്റ്റ് അവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഷമ്മിനെ ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. LMX ബെർലിൻ അവിടെ ഏജന്റ് കില്ലറിനെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഏജന്റ് കില്ലറിനെ വീണ്ടും അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ബ്രിറ്റോ നമ്മുടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷമ്മി ഇപ്പോഴും അവിടെ ഡൗൺ ആയിട്ട് സോണിൻ്റെ ഡാമേജ് കൂടെ കിട്ടാൻ ചാൻസ് ആകുന്നുണ്ട്. അപ്പോൾ റെഡ് ടീമിന് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഒരു കോണിൽ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. LMX ഗോസ്റ്റിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫയർ കൊടുക്കുന്നില്ല. ഗോസ്റ്റ് അവിടെ നിൽക്കുന്നുള്ളൂ. ഗോസ്റ്റിനെ അവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫയർ കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ഡാമേജ് ഒന്നും കൊടുക്കാൻ സാധിച്ചില്ല. എന്തായാലും സൈക്കോ അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുള്ളൂ. സൈക്കോ അവിടെ നിന്ന് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. റെഡ് ടീമിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെഡ് ടീമിനെ അവിടെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ 2-3 പ്ലേയേഴ്സ് അവിടെ ഓൾറെഡി ഡൗൺ ആണ്. ഏജന്റ് കില്ലർ അവിടെ ഡൗൺ ആണ്. GOC ഷമ്മിയുടെ കില്ല് അവിടെ കൺഫേം ചെയ്യുന്നു. GOC ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് LMX ടീം അവിടെ നിന്ന് വൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് ഫൈറ്റിലേക്ക് പോകാം. നമ്മുടെ മൈറ്റി ടീമിനെ കാണാനുണ്ടായിരുന്നു. മൈറ്റിയിലെ മെമ്പേഴ്സിനെ ഒന്ന് നോക്കിയേക്കാം. മൈറ്റി മെമ്പേഴ്സ് മൈറ്റി ബെർനോക്സ് റൗഡി ആൻഡ് ഫ്ലോർ സ്പൈറ എന്നിവരവിടെ പതുക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ VR ടീമൊക്കെ എടുത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരം. അപ്പം നമ്മുടെ ബൂട്ട് ക്യാമ്പ് ഏരിയയിൽ നിന്ന് വരുന്ന ഏരിയ നല്ലൊരു ക്രൗഡാണ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ എയിലെ മെമ്പേഴ്സിനെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വാർഗോഡിലെ മെമ്പേഴ്സ് അവിടെ കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ എക്സലൻസി മെമ്പേഴ്സ് അവിടെ കയറി വരുന്നുണ്ട്. എല്ലാവരും അവിടെ പതുക്കെ കയറി വന്നുകൊണ്ടിരിക്കുന്നതേ അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ഒരു ഫൈറ്റ് പൊട്ടിപ്പുറപ്പെടാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം വാർഗോഡ് സാംസൺ അവിടെ എക്സ്കൾസ് ആൻഡ് XQW തമ്മിലുള്ള ഫൈറ്റ് വീണ്ടും അവിടെ ഓൺ ആയിട്ടുണ്ട്. എക്സ്കൾസിലെ മെമ്പേഴ്സ് അവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. XQWമായിട്ടുള്ള ഒരു ഫൈറ്റ് അവിടെ എടുത്തിട്ടുണ്ട്. എന്താണ് അപ്പോൾ XQWയിലെ 2 മെമ്പേഴ്സിനെ മാത്രമേ അവിടെ കാണിക്കുന്നത്. എക്സ്കൾസ് ആഷിക്ക് അവിടെ മനോഹരമായിട്ട് തന്നെ പ്രകടനം. എക്സ്കൾസ് വേറെ ലെവലിലാണ് ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രീക്ക് അവിടെ ഡൗൺ ആണ്. AP ക്രേസി ഇപ്പോഴും അവിടെ AP ക്രേസി ആൻഡ് ആഷിക്ക് അവിടെ കയറി ചെല്ലുന്നുണ്ട്. ഇൻടാക്ട് മെമ്പേഴ്സുമായിട്ട് ഫയർ എടുക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. എക്സ്കൾസ് ഒരു രക്ഷയില്ലാത്ത കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആഷിക്ക് അവിടെ ഫയർ സ്പ്രേ കൊടുക്കുന്നുണ്ട്. എക്സ്കൾസിലെ സൽമാൻ അവിടെ നല്ല ഡാമേജ് ഇട്ടിട്ടുണ്ട്. ആഷിക്ക് അവിടെ കയറി വന്നുകൊണ്ടിരിക്കുന്നത്. ഇൻടാക്റ്റിലെ മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇൻടാക്റ്റിലെ മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്ത് ഇൻടാക്റ്റിലെ മോൺസ്റ്ററിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇൻടാക്റ്റിലെ ആൽഫ അവിടെ നിൽപ്പുണ്ട്. ആൽഫയുടെ അടുത്തേക്ക് കയറി ചെല്ലാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇൻടാക്റ്റിലെ ആൽഫേനെ അവിടെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ നേരെ ബാക്കിൽ കൂടെ റൊട്ടേഷൻ എടുത്ത് കയറി ചെല്ലാനുള്ള പ്ലാനിലായിരിക്കും. എന്തായാലും റൊട്ടേഷൻ എടുത്ത് കഥവ് അവിടെ സ്പോട്ട് ചെയ്യും. കഥ ആരാണോ അവിടെ കൊണ്ടുവച്ചതെന്ന് ചോദിക്കുന്നുണ്ട് എക്സ്കൾസ് ആഷിക്. അപ്പോൾ ലിങ്ക്സിലെ വൈറ്റി അവിടെ വാർഗോഡ് സാംസനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ബൂം കെയിൻ വാർഗോഡ് എൻബിയോനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. വാർഗോഡ് മെമ്പേഴ്സ് അവിടെ ഓരോന്നായിട്ട് ഡൗൺ ആയിട്ടുണ്ട്. വാർഗോഡ് സാംസന്റെ കില്ലും എൻബിയോന്റെ കില്ലും അവിടെ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും SQW ടീം മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് സ്മോക്കും നീഡും ഒക്കെ വരുന്നുണ്ട്. ഒരു നീഡ് കൊടുത്ത് ആഷിക്കിന് അവിടെ നല്ല ഡാമേജാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും ആഷിക്ക് അവിടെ നിന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ആഷിക്ക് അവിടെ ഹീൽ ചെയ്യാനുള്ള ശ്രമത്തിലായിരിക്കും. അപ്പോൾ എക്സ്കൾസിലെ സൽമാൻ ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം ബാക്കി മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് പതുക്കെ കയറി ചെല്ലുകൊണ്ടിരിക്കുകയാണ്. AP ക്രേസി ഫ്രീക്ക് എന്നിവരവിടെ ഇൻടാക്റ്റിലെ മെമ്പേഴ്സുമായിട്ടും നമ്മുടെ SQW മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റ് അവിടെ കട്ടയ്ക്ക് ഓണാണ്. അപ്പോൾ SQW മെമ്പേഴ്സ് തൊട്ടടുത്ത് നിൽക്കുന്നേ ഉള്ളൂ. ബൂം കെയിൻ അവിടെ വാർഗോഡ് മെർമനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. വാർഗോഡ് ടീമിന് അവിടെ ഒരു പണി കിട്ടിയിരിക്കുകയാണ്. വാർഗോഡ് മെർമൻ ഓൾറെഡി ഡൗൺ ആണ്. വാർഗോഡിലെ ജഡ്ജർ മാത്രം ശേഷിക്കുന്നു. ജഡ്ജർ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലിങ്ക്സ് വൈറ്റിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചു. ലിങ്ക്സ് വൈറ്റിനെ അവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഡൗൺ ചെയ്ത് വാർഗോഡ് ജഡ്ജറിന് നല്ല ഡാമേജ് ആണ് തിരിച്ച് കിട്ടിയത്. അപ്പോൾ ബൂം കെയിനൊക്കെ മനോഹരമായിട്ട് തന്നെ കൗണ്ടർ സ്പ്രേ ചെയ്തിട്ടുണ്ട്. വാർഗോഡ് മെർമൻ്റെ കില്ല് അവിടെ കൺഫേം ചെയ്യുമായിരിക്കും. അപ്പോൾ നമ്മുടെ ലിങ്ക്സ് വൈറ്റ് ഇപ്പോഴും അവിടെ നിൽക്കുന്നുള്ളൂ. ലിങ്ക്സ് വൈറ്റ് ജഡ്ജറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ മെർമൻ്റെ കില്ല് അവിടെ കൺഫേം ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അതായത് മെർമനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വാർഗോഡ് ജഡ്ജർ ഇപ്പോഴും അവിടെ നിന്ന് നിൽക്കുന്നുള്ളൂ. വാർഗോഡ് ജഡ്ജറിന് അവിടെ നല്ല ഡാമേജ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ജഡ്ജർ അവിടെ സ്പോട്ട് ചെയ്ത് ഇപ്പോഴും ഫയർ കൊടുക്കാൻ ജഡ്ജറിനെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തു. അപ്പം ജഡ്ജർ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ഫൈറ്റ് നടക്കാൻ ചാൻസ് എക്സലൻസി ടീം മെമ്പേഴ്സ് ഓൾറെഡി സോണിൽ കയറിയിട്ടുണ്ട്. മൈറ്റി ടീം മെമ്പേഴ്സ് ഓൾറെഡി സോണിൽ കയറിയിട്ടുണ്ട്. ഒവാക്കിലെ മെമ്പേഴ്സ് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഒവാക്കിലെ മെമ്പേഴ്സും അവിടെ പൈനാൻ ഏരിയയിൽ തന്നെ ഉണ്ട്. പൈനാൻ റീജിയനിൽ കൂടെ പതുക്കെ സോണിനുള്ളിലേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സ്കൾസിലെ മെമ്പേഴ്സുമായിട്ട് ഫൈറ്റ് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. തൊട്ട് ബാക്കിൽ മൈറ്റിയിലെ മെമ്പേഴ്സ് ഉണ്ട്. SQWമായിട്ടുള്ള ഫൈറ്റ് എന്തായാലും അവിടെ നടക്കും. ആഷിക്ക് അവിടെ 5 കില്ലൊക്കെ എടുത്ത് സെറ്റായിട്ട് നിൽക്കുകയാണ്. ഇൻടാക്റ്റിലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുവാണ്. അപ്പോൾ ഇൻടാക്റ്റിലെ മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റ് അവർ ഉപേക്ഷിക്കുന്നില്ല. ഇൻടാക്റ്റിലെ ആൽഫ ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ആഷിക്ക് കറക്റ്റ് ടൈമിൽ എത്തിയിരുന്ന ഒരു പക്ഷേ മേ ബി നമ്മുടെ ആൽഫേനെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്നു. ആൽഫയുടെ അടുത്തേക്ക് എത്താൻ ചാൻസ് ഉണ്ടായിരുന്നു. ആൽഫയുടെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൽഫ എന്തായാലും അവിടെ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ്കൾസിലെ മെമ്പേഴ്സ് വേഴ്സ് ഇൻടാക്റ്റിലെ മെമ്പേഴ്സ് തമ്മിലുള്ള ഫൈറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ LMX മെമ്പേഴ്സ് അവിടെ മോഡക്സുമായിട്ടുള്ള ഫൈറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. LMX ആൻഡ് മോഡക്സ് തമ്മിലുള്ള LMX ബെർലിൻ ആണെന്ന് തോന്നുന്നു അവിടെ ദൂരെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് അവിടെ ഫൈറ്റ് എടുക്കുന്ന LMXിലെ മെമ്പേഴ്സിനെ നോക്കാം.
മോഡക്സിലെ ആരാണ്? മോഡക്സിലെ നീക്കോ വൈറ്റിനെ അന്ന് അവിടെ ഹാവക് എക്സലറേറ്റ് ഇൻടാക്റ്റിലെ ആൽഫനെ അവിടെ വീഴ്ത്തിയിട്ടുണ്ട്. അപ്പം മോഡക്സ് മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് പതുക്കെ ക്ലോസിങ് ചെയ്യുന്ന LMX ടീമിനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. LMX ടീം പതുക്കെ ക്ലോസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മോഡക്സിലെ മെമ്പേഴ്സ് അവിടെ നിൽക്കുന്നില്ല. നീക്കോനെ അവിടെ റിവൈവ് ചെയ്യാനുള്ള ചാൻസ് ഒന്നും കാണുന്നില്ല. അതോടൊപ്പം തന്നെ LMX മെമ്പേഴ്സ് പതുക്കെ അവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. മോഡക്സിലെ നീക്കോ ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ലോട്ട് നമ്പർ 10 എന്ന് പറയുന്നുണ്ട്. സ്ലോട്ട് നമ്പർ 10 കാണിക്കാൻ ബ്രോ. അപ്പോൾ ബ്ലൈൻഡ് കൗബോയ് NOT പോയിസനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡിലെ മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബ്ലൈൻഡ് കൗബോയ് എന്തായാലും NOT പോയിസൻ്റെ കില്ല് അവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കൺഫേം ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബ്ലൈൻഡ് പോയിസൻ്റെ കില്ല് അവിടെ കൺഫേം ചെയ്തപ്പോൾ NOTയിലെ ഗ്രിഫിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡെഡ് ഷോട്ട് അപ്പോൾ ഗ്രിഫിൻ്റെ അടുത്തേക്ക് പതുക്കെ ഡെഡ് ഷോട്ട് കയറി ചെന്നിരിക്കുന്നത്. NOT സ്പെക്ടറിനെ അവിടെ കാണാൻ സാധിക്കും. നീക്കോ വൈറ്റിയുടെ കില്ല് അവിടെ LMX സൈക്കോ കൺഫേം ചെയ്തിട്ടുണ്ട്. സ്ലോട്ട് നമ്പർ 10 മൈറ്റി ടീമിനെ കാണിക്കാൻ പറയുന്നുണ്ടായിരുന്നു. മൈറ്റി മെമ്പേഴ്സ് ഇവരുടെ എല്ലാം തൊട്ടടുത്തായിട്ട് നിൽപ്പുണ്ട്. മൈറ്റി മെമ്പേഴ്സിന് കുഴപ്പമൊന്നുമില്ല, ഇവരുടെ അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ മൈറ്റി മെമ്പേഴ്സ് ഏത് സമയത്തും ബ്ലൈൻഡുമായിട്ടുള്ള ഒരു ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബ്ലൈൻഡിലെ മെമ്പേഴ്സ് അവിടെ നല്ല കണക്കുള്ള ഫയറിംഗ് ആയിരുന്നു. കൗബോയ് അവിടെ NOT മെമ്പേഴ്സിനെ അവിടെ ഡൗൺ ചെയ്യുന്നുണ്ടായിരുന്നു. കൗബോയിനെ നോക്കാം. അതോടൊപ്പം ഡെഡ് ഷോട്ടിനെ നോക്കുകയാണെങ്കിൽ ഡെഡ് ഷോട്ട് ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. DMC നോക്കാം. DMC അവിടെ കൂടി നടക്കുകയാണ്. അപ്പോൾ NOT മെമ്പേഴ്സ് അവിടെ റിവൈവിംഗ് ഒക്കെ നടക്കുമെന്നുള്ള വിധത്തിൽ NOT സ്പെക്ടർ തൊട്ടും ഫ്രണ്ടിലാണ് കിടക്കുന്നത്. NOT സ്റ്റഫ് അവിടെ പതുക്കെ കയറി വന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റഫിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ ഗ്രിഫിൻ അറിയത്തില്ല. അപ്പോൾ എന്തായാലും സ്മോക്കൊക്കെ ആയിട്ട് കയറി വരാൻ ചാൻസ് ഉണ്ടായിരുന്നു. എന്തായാലും അത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്ലൈൻഡിലെ NOT ഗ്രിഫിൻ്റെ കില്ല് അവിടെ മൈറ്റി റൗഡി അവിടെ തേർഡ് പാർട്ടി അടിച്ചിട്ടുണ്ട്. മൈറ്റി റൗഡി അവിടെ മനോഹരമായിട്ട് തന്നെ തേർഡ് പാർട്ടിക്ക് മൈറ്റി ടീം മെമ്പേഴ്സിനെ NOT സ്റ്റഫ് നോക്കുന്നുണ്ട്. ബ്ലൈൻഡ് ടീമിനെ സ്പോട്ട് ചെയ്യുന്നുണ്ട്. ബ്ലൈൻഡ് ടീമിനെതിരെ നമ്മുടെ മൈറ്റി ടീമിനെതിരെയും ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മൈറ്റിയിലെ റൗഡി നോക്കാം. ഓൾറെഡി ഒരു കില്ല് എടുത്ത് കഴിഞ്ഞ് നമ്മുടെ NOT സ്റ്റാഫിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുത്ത് NOT സ്റ്റാഫിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. മൈറ്റി റൗഡി NOT സ്റ്റാഫിൻ്റെ കില്ല് അവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ NOTയിലെ സ്പെക്ടർ മാത്രം ശേഷിക്കുന്നു. സ്പെക്ടർ ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഡെഡ് ഷോട്ട് ആൻഡ് DMC ബ്ലൈൻഡ് മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. മൈറ്റി റൗഡി NOT സ്റ്റാഫിൻ്റെ കില്ല് അവിടെ കൺഫേം ചെയ്തപ്പോൾ ബ്ലൈൻഡിലെ ബാക്കി മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ മൈറ്റി മെമ്പേഴ്സ്. അപ്പോൾ NOTയുടെ തൊട്ട് ബാക്ക് ചെയ്യുന്ന മൈറ്റി സ്പൈറൊക്കെ അവിടെ ഫയർ കൊടുക്കുന്നുണ്ട്. അത് ഏത് ടീമിനെതിരെയാണെന്ന് നോക്കാം. സ്പൈറൊക്കെ അവിടെ കട്ടയ്ക്ക് ഫയർ കൊടുക്കുക. എക്സ്കൾസിലെ മെമ്പേഴ്സ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓപ്പോസിറ്റ് മലയിൽ എത്തിയിട്ടുണ്ട്. അവർക്കെതിരെ ഫയറിംഗ് ആണ്. അപ്പോൾ എക്സ്കൾസിലെ സൽമാൻ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. സൽമാനെതിരെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സൽമാൻ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എക്സ്കൾസ് സൽമാൻ അവിടെ ലിങ്ക്സിലെ വൈറ്റിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹാവക്കിലെ മെമ്പേഴ്സിനെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹാവക് മെമ്പേഴ്സിന് തൊട്ടടുത്ത് തന്നെ ഫ്രണ്ട് എയിൽ മെമ്പേഴ്സും അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. മെമ്പേഴ്സ് നേരെ കയറി ചെന്ന് IB ടീമിൻ്റെ അടുത്തേക്കാണ്. IB ടീം മെമ്പേഴ്സ് ഹെവി ഗെയിമറിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എവിയിലെ ക്ലോ അവിടെ ഇപ്പോഴും നിൽക്കുന്നുള്ളൂ. IBയിലെ ക്ലോ ആൻഡ് ബൂം കെയിൻ തൊട്ടടുത്ത് തന്നെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഹാവക്കിലെ മെമ്പേഴ്സ് അവിടെ കട്ട ഫയർ കൊടുത്ത് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഹാവക്കിലെ മെമ്പേഴ്സ് അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. തൊട്ട് ഫ്രണ്ടിൽ IB മെമ്പേഴ്സും വാർഗോഡിൻ്റെ ഡാർവിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വാർഗോഡിലെ ഡാർവിനൊക്കെ എവിടെ നിന്നാണ് കയറി വന്നത് എന്നുള്ളത് നോക്കട്ടെ. അപ്പോൾ കട്ട ഫയറിങ് IBയിലെ ക്ലോവിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഹാവക്കിലെ മെമ്പേഴ്സിനെ അവിടെ ഫ്രണ്ടിൽ പണി കിട്ടിയിട്ടുണ്ട്. IBയിലെ സിക്കാരിയോ എന്നെ അവിടെ സ്പോട്ട് ചെയ്തായിരുന്നു. സിക്കാരിയോ അവിടെ ഫയറിംഗ് ആയിരുന്നു. സിക്കാരിയുടെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഹാവക് മേനം വൈറ്റിക്ക് അവിടെ സോണിൽ കയറേണ്ടപ്പോൾ സോൺ വളരെയധികം പ്രശ്നമാണ്. അപ്പോൾ സോണിൻ്റെ ഡാമേജ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബൂം കെയിൻ അവിടെ NOT സ്പെക്ടറിൻ്റെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. ടീം എയ്ക്ക് വേണ്ടി ബൂം കെയിൻ മാത്രം ശേഷിക്കുന്നു. ബൂം കെയിൻ അവിടെ പതുക്കെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഹാവക് കേരള അവിടെ ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്. മേളിൽ നിന്ന് നമ്മുടെ മൈറ്റി മെമ്പേഴ്സ് മനോഹരമായിട്ട് തന്നെ പൊരുതിക്കൊണ്ടിരിക്കുന്നു. മൈറ്റി എന്ത് ഹാവക്കിൻ്റെ അടുത്തേക്ക് പോകുകയാണെങ്കിൽ മൈറ്റിയിലെ ടീമിനെ കാണാം. മൈറ്റി റൗഡിയൊക്കെ അവിടെ നിന്ന് മേളിൽ നിന്ന് ഫയർ കൊടുക്കും. നോക്സ് അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഹാവക് കേരള കിഡിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കേരള കിഡിൻ്റെ അവിടെ ഹാവക് കിഡിന് അവിടെ നല്ല ഡാമേജാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഹാവക് കേരള ഗോഡ് അവിടെ ഇപ്പോഴും നിൽക്കുന്നുള്ളൂ. ഗോഡ് അവിടെ ഒരു സൈഡിൽ കൂടെ കയറുന്നില്ല. ഹാവക് കിഡ് അവിടെ മനോഹരമായ കവറിലെത്തിയിട്ടുണ്ട്. അപ്പോൾ BRDM ഒക്കെ എടുത്ത് സോണിൽ പോകാനുള്ള ശ്രമത്തിലായിരിക്കും. അപ്പോൾ എന്തായാലും വണ്ടി അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. മൈറ്റി മെമ്പേഴ്സ് എല്ലാം വണ്ടി എടുത്ത് സോണിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എക്സ്കൾസിലെ സൽമാനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എക്സ്കൾസ് AP ക്രേസി അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. AP ക്രേസി അവിടെ നിൽക്കുന്നുണ്ട്. വണ്ടി പൊട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. എക്സ്കൽ ഫ്രീക്കിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. എക്സ്കൽ AP ക്രേസിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എക്സ്കൽ ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻടാക്റ്റിലെ മെമ്പേഴ്സ് അവിടെ കയറിയാണ്. ഇൻടാക്ട് മോൺസ്റ്റർ ഒക്കെ അവിടെ നിൽക്കുന്നേ ഇൻടാക്ട് മോൺസ്റ്റർ അവിടെ ഡൗൺ ആണ്. ഇൻടാക്റ്റിലെ വൈശാഖിനെ നോക്കാം. വൈശാഖ് അവിടെ സോണിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എക്സലൻസി മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്ത് കാണാം. മൈറ്റി ടീമിൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട്. മൈറ്റിയിലെ 2 മെമ്പേഴ്സ് അവിടെ ഡൗൺ ആണ്. മൈറ്റി ബെർണോക്സ് ഒക്കെ അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ്. മൈറ്റിയിലെ ഫ്ലൂർ അവിടെ ഡൗൺ ആണ്. ഫ്ലൂർ അവിടെ ഹീലായിട്ടുണ്ട്. റിവൈവ് ചെയ്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ മൈറ്റി ബ്രൈൻ. ബിർണോക്സ് ആരെയൊക്കെയോ വണ്ടി കയറ്റി കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സലൻസി മെമ്പേഴ്സിനാണെന്ന് തോന്നുന്നു. എക്സലൻസി മെമ്പേഴ്സിനെതിരെ അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടാം. വണ്ടി അവിടെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ മൈറ്റി മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് എക്സലൻസി മെമ്പേഴ്സ് അവിടെ കയറി വരുന്നുണ്ട്. എക്സലൻസി മെമ്പേഴ്സിൻ്റെ കില്ലെല്ലാം അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. മൈറ്റി റൗഡിനെ ആരോ ബാക്കിൽ കൂടെ അടിക്കുന്നുണ്ടായിരുന്നു. ഇൻടാക്റ്റിലെ മെമ്പേഴ്സ്
വൈശാഖ് അവിടെ കയറി വന്നിട്ട് എക്സലൻസി ക്ലച്ച് കോഡിനെ ബെർണോക്സ് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഹാവക്കിലെ കിഡ് അവിടെ കയറി വരുന്നുണ്ട്. കിഡ് അവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാവക് കേരള ഗോഡും കൂടെ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. കേരള ഗോഡിനെ വാർഗോഡിലെ ഷസാം ആൻഡ് ഷെൽബി എല്ലാം സോണിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ഡാർവിനെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം പതുക്കെ സോണിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. മൈറ്റി ടീം മെമ്പേഴ്സ് മനോഹരമായിട്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നു. 9 കില്ലൊക്കെ എടുത്തേണ്ട എക്സലൻസി ആൽപ്രോയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബെർണോക്സ്. അപ്പോൾ സോൺ പതുക്കെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൈറ്റി സ്പൈറനെ അവിടെ ബ്ലൈൻഡിലെ കൗബോയ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ് മെമ്പേഴ്സ് അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നിട്ടുണ്ട്. LMX ബീറൂസിനെ ഷസാം CX അവിടെ ഡൗൺ ചെയ്തപ്പോൾ എക്സലൻസി ആൽപ്രോ മൈറ്റി റൗഡിയിലെ കില്ലും അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൈറ്റി അവിടെ ഫ്ലൂർ അവിടെ കയറി ചെല്ലുന്നുണ്ട്. ബെർണോക്സിനെ അവിടെ സ്പൈറനെ റിവൈവ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ നെയ്ഡ് വന്നിട്ടുണ്ട്. മനോഹരമായ നെയ്ഡിൽ 2 മെമ്പേഴ്സ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. മൈറ്റി ബെർണോക്സിനെ അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. അവിടെ എക്സലൻസി ആൽപ്രോ അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ആൽപ്രോനെ ബാക്കിൽ കൂടെ സ്പോട്ട് ചെയ്തിട്ട് അവർ ആടുന്നുണ്ട്. ആൽപ്രോയുടെ മനോഹരമായ ഒരു നെയ്ഡായിരുന്നു. മൈറ്റിയിലെ 2 മെമ്പേഴ്സിനെ അവർക്ക് നഷ്ടപ്പെട്ടു. എക്സലൻസി ആൽപ്രോ ബ്ലൈൻഡിലെ ഡെഡ് ഷോട്ട് എക്സലൻസി ആൽപ്രോയുടെ അവിടെ കിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇനി 4 ടീമുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. 4 ടീം ഹാവക്കിലെ മെമ്പേഴ്സ്, മൈറ്റി മെമ്പേഴ്സ്, ബ്ലൈൻഡ് മെമ്പേഴ്സ് ആൻഡ് വാർഗോഡ് മെമ്പേഴ്സ് ആണ് ശേഷിക്കുന്നത്. അപ്പോൾ മൈറ്റിയിലെ കൗബോയൊക്കെ മനോഹരമായിട്ട് വരുത്തിക്കൊണ്ട് 4 ടീം ബ്ലൈൻഡ് ടീം എടുത്തിട്ടുള്ളതെങ്കിൽ മൈറ്റി ടീം അവിടെ 9 കില്ല് എടുത്തിട്ടുണ്ട്. സ്മോക്കൊക്കെ ഇട്ട് പതുക്കെ ആൽപ്രോയുടെ അടുത്തേക്ക് പോകാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. AW ഒക്കെ കൈവച്ചിട്ടുണ്ട് ബ്ലൈൻഡിലെ മെമ്പേഴ്സിനെതിരെ. വാർഗോഡ് ടീം മെമ്പേഴ്സ് താഴെ നിന്ന് പതുക്കെ കയറി വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും ബ്ലൈൻഡ് മെമ്പേഴ്സ് കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. വാർഗോഡ് ടീം മെമ്പേഴ്സിൻ്റെ വരവ്. വാർഗോഡ് ഷെൽബി കോളനി എല്ലാം ഒന്ന് സ്പ്രെഡായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഷെൽബി ആൻഡ് ഇവർ മാത്രമേ ഉള്ളൂ. അടുപ്പിച്ച് കോളനി മാത്രം അടുത്തടുത്ത് കിടക്കുകയാണ്. അവർ തമ്മിലുള്ള അന്തർധാര സജീവമാണ് എന്തായാലും. അപ്പോൾ ഷസാം മാത്രം ഇതെല്ലാം ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഹാവക്കിലെ കിഡിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ഹാവക് കിഡ് അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നത് എന്തായാലും ബ്ലൈൻഡ് മെമ്പേഴ്സ് അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഫിനിക്സ് പ്ലീസ്. എടാ ഫിനിക്സ് ഇല്ല, ഫിനിക്സ് ഇതിനകത്തിലില്ല. അപ്പോൾ ഫിനിക്സിൻ്റെ ഫൈറ്റ് അല്ല, വാർഗോഡിൻ്റെ ഫൈറ്റാണിത്. വാർഗോഡ് എൻ്റെ റൂമിൽ ഫിനിക്സ് കളിക്കുന്നില്ല. അപ്പോൾ മൈറ്റി പ്ലൂർ അവിടെ നിൽപ്പുണ്ട്. സോണിൻ്റെ ഡാമേജ് കിട്ടുന്നുണ്ട്. മൈറ്റി പ്ലൂർ അവിടെ കയറി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹാവക് കേരള കിഡ് അവിടെ ബ്ലൈൻഡിലെ ഡെഡ് ഷോട്ട് എന്തായാലും സോണിൻ്റെ പുറത്തുനിന്ന് വന്ന് അടിച്ചിട്ടുണ്ട്. ഡെഡ് ഷോട്ട് അവിടെ ഒപ്പി ഗായ്സ്. ഡെഡ് ഷോട്ട് അവിടെ മൈറ്റിലെ പ്ലൂറിനെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പ്ലൂർ അവിടെ പതുക്കെ കയറി വരുന്നു. അപ്പോൾ പ്ലൂറിനെ അവിടെ റെഡി ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് വെച്ചേക്കാണ്. പ്ലൂർ അവിടെ ഓടുന്നതും കാത്ത് വെച്ചേക്കാണ്. പ്ലൂറിൻ്റെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ് മെമ്പേഴ്സ് ഭയങ്കര റൂഡാണെന്ന് തോന്നുന്നു. അപ്പോൾ മെമ്പേഴ്സിനെ ആരും കയറ്റി വിടുന്നില്ല. അപ്പോൾ മൈറ്റിയിലെ മെമ്പേഴ്സിനെ എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബ്ലൈൻഡിലെ മെമ്പേഴ്സ് വാർഗോഡ് ടീം മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് എടുത്താൻ പോകുന്നു. വാർഗോഡ് ടീം മെമ്പേഴ്സ് അവിടെ ബ്ലൈൻഡിലെ കൗബോയിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാർഗോഡ് ഷസാം ഇപ്പോഴും അവിടെ നിൽക്കുന്നുള്ളൂ. ഷസാമിന് അവിടെ നല്ല ഡാമേജ് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെഡ് ഷോട്ട് ഓൾറെഡി 5 കില്ല് എടുത്ത് കഴിഞ്ഞു. ഷസാമിനെ അവിടെ സ്പോട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഷസാമിനെ അവിടെ സ്പോട്ട് ചെയ്യുന്നുണ്ട്. വാർഗോഡിലെ ഷെൽബി അവിടെ കയറി ചെല്ലുന്നുണ്ട്. ബ്ലൈൻഡ് കൗബോയുടെ അടുത്തേക്ക് നീഡ് കയറാൻ ശ്രമിച്ചു. മനോഹരമായ ഒരു കൗണ്ടർ നീഡ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും കൗബോയിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. മനോഹരമായി ഷസാമിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കുന്നു. ഷസാം അവിടെ ഡെഡ് ഷോട്ട് നല്ല കൗണ്ടർ ഷോട്ടും കൊടുത്തിട്ടുണ്ട്. ബ്ലൈൻഡിലെ DMC ഒരു കോണിക്കൂടെ നമ്മുടെ ഡെഡ് ഷോട്ടിനെ റിവൈവ് ചെയ്യാനായിട്ട് കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ എന്തായാലും സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ള അറിയത്തില്ല. അപ്പോൾ എന്തായാലും ബാക്കിൽ കൂടെ നല്ല ഫയറിംഗ് ആണ് വാർഗോഡ് മെമ്പേഴ്സ് അവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ ബ്ലൈൻഡ് DMC പറഞ്ഞിട്ടുണ്ട്, നീ കയറി വാ മോനെ, കയറി വാ, ഞാൻ റിവൈവ് ചെയ്തോളാം. പക്ഷേ വാർഗോഡ് ഷസാമിനെ അവിടെ ഡെഡ് ഷോട്ട് അവിടെ ഡൗൺ ചെയ്തു. ബാക്കി വാർഗോഡ് മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് മനോഹരമായ ഒരു നീഡാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഷെൽബിയൊക്കെ സ്പോട്ട് ചെയ്യാവോ? എന്തായാലും ഇല്ല, ഡാമേജ് കിട്ടിയിട്ടില്ല. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ബ്ലൈൻഡിലെ ഡെഡ് ഷോട്ട് ഒരു കോണിക്കൂടെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഡെഡ് ഷോട്ട് ഓൾറെഡി 6 കില്ല് എടുത്ത് കഴിഞ്ഞിട്ട് പതുക്കെ ഒരു കോണിക്കൂടെ കയറി വരികയാണ്. വാർഗോഡ് ഷെൽബി കോളനി എന്നിവരാണ് ശേഷിക്കുന്നത്. ഇനിയും അപ്പം ആരെ സ്പോട്ട് ചെയ്യുന്നോ, ഫയറിംഗ് എപ്പോൾ കൊടുക്കുന്നോ എന്നുള്ളത് അറിയത്തില്ല. ഷെൽബി അവിടെ പതുക്കെ റൊട്ടേറ്റ് ചെയ്ത് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷെൽബി എന്തായാലും അവിടെ ഓപ്പണിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഷെൽബിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കുന്നുണ്ട്. ഷെൽബിനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. കോളനി അവിടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. കോളനിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റ് ഫൈറ്റ് അവിടെ കോളനിയുടെ ആയിരിക്കും. കോളനിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കോളനിയുമായിട്ടുള്ള ഫയറിംഗ് അവിടെ നടക്കും. കോളനിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബ്ലൈൻഡ് ടീം ഇന്നത്തെ സെക്കൻഡ് ഡിന്നർ കൊണ്ടുപോയിരിക്കുകയാണ് നമ്മുടെ വാർഗോഡിൻ്റെ റൂമിലെ. അപ്പോൾ ബ്ലൈൻഡ് OP ഗൈസ്. ബ്ലൈൻഡിലെ മെമ്പേഴ്സിന് നോക്കാം. ബ്ലൈൻഡിലെ മെമ്പേഴ്സ് അവിടെ 7-9 കില്ലാണ് എടുത്തേക്കുന്നത്. വാർഗോഡ് മെമ്പേഴ്സ് അവിടെ 2 കില്ലോട് കൂടി 2ാം സ്ഥാനത്തും. മൈറ്റി മെമ്പേഴ്സ് അവിടെ 3ാം സ്ഥാനത്തുമാണ് എടുത്തേക്കുന്നത് 9 കില്ലോട് കൂടി തന്നെ. നമ്മുടെ ഹാവക്കിലെ മെമ്പേഴ്സ് 4ാം സ്ഥാനത്ത് എത്തിയപ്പോൾ നമ്മുടെ എക്സലൻസി മെമ്പേഴ്സ് അവിടെ 5ാം സ്ഥാനത്തും. LMX മെമ്പേഴ്സ് 6ാം സ്ഥാനത്തും. 7ാം സ്ഥാനത്ത് നമ്മുടെ ഇൻടാക്റ്റിലെ മെമ്പേഴ്സുമാണ്. 8ാം സ്ഥാനത്ത് എക്സ്കൾസ് മെമ്പേഴ്സ് എത്തിയപ്പോൾ നമ്മുടെ IVT മെമ്പേഴ്സ് സ്ഥാനത്തും നമ്മുടെ മെമ്പേഴ്സ് 10ാം സ്ഥാനത്തും NOT മെമ്പേഴ്സ് 11ാം സ്ഥാനത്തുമാണ് എത്തിയേക്കുന്നത്. മോഡെക്സിലെ മെമ്പേഴ്സ് അവിടെ 12ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തപ്പോൾ 13ാം സ്ഥാനത്ത് നമ്മുടെ SQW ടീമും 14ാം സ്ഥാനത്ത് വാർഗോഡിൻ്റെ ടീമും 15ാം സ്ഥാനത്ത് GOC ടീമുമാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. അപ്പം ഇത് 16ാം സ്ഥാനത്ത് ടീം SBA ഫിനിഷ് ചെയ്തപ്പോൾ 17ാം സ്ഥാനത്ത് LXൻ്റെ ടീമും ടോക്സിക് നേഷൻ 18ാം സ്ഥാനത്തും കേരള ടീം 19ാം സ്ഥാനത്തുമാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്.
അപ്പോൾ 20ാം സ്ഥാനത്ത് ആഷസ് ടീം ഫിനിഷ് ആയപ്പോൾ BIE 21ാം സ്ഥാനത്തും ലെവലിലെ മുമ്പസ് 22ാം സ്ഥാനത്തുമാണ് ഫിനിഷ് അയക്കുന്നത്. അപ്പം എന്തായാലും മനോഹരമായ പോരാട്ടങ്ങളായിരുന്നു നടന്നിരുന്നത്. എന്തായാലും മനോഹരമായിട്ട് 16 പേര് വാച്ചിങ് ഗായ്സ്. അപ്പം ഗായ്സ് ഇനിയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുകയും ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്യുക. അപ്പോൾ ചാനലിന് അത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ താങ്ക് യു ഗായ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. നാളെ വീണ്ടും വരുന്നവരെ ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ.